ഇത് അനുഷ്ഠാന കലകളിലെ അത്ഭുതം. തികച്ചും വ്യത്യസ്ത കലാരൂപം. തോൽപ്പാവക്കൂത്ത്, നിഴൽപ്പാവക്കൂത്ത്, ഓലപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകളുമായി ബന്ധമില്ലാത്ത ആവിഷ്കാരം. നോക്കുവിദ്യ എന്ന വാക്കിൽ തന്നെയുണ്ട് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത. നോട്ടം തന്നെയാണ് ഈ കലയുടെ കാതൽ. നോട്ടം കൊണ്ടുള്ള പാവകളി. കൂത്തുമാടവും പുലവർ എന്നറിയപ്പെടുന്ന പുരുഷ കലാകാരന്മാരാണ് പാവക്കൂത്തുകളുടെ സ്വത്വമെങ്കിൽ നോക്കുവിദ്യ പാവകളി അവതരിപ്പിച്ച് അരങ്ങ് തകർത്തത് കൂത്താട്ടുകുളം മോനിപ്പിള്ളി മൂഴിക്കൽ പങ്കജാക്ഷിയമ്മയാണ്. കേരളത്തിലെ പരമ്പരാഗത തനത് നാടോടി കലകളിലെ ശ്രദ്ധേയയായ ഒരു കലാകാരിയെയാണ് പങ്കജാക്ഷിയമ്മയുടെ വിയോഗത്തിലൂടെ ഇല്ലാതായത്. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചതാണ് പങ്കജാക്ഷിയമ്മയെ. കേരളത്തിന്റെ തനത് നാടോടി കലയായ നോക്കുവിദ്യ പാവകളിയെ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തിയതിൽ നിർണായക പങ്കുവഹിച്ച പങ്കജാക്ഷിയമ്മയുടെ വിയോഗം 89-ാം വയസ്സിലായിരുന്നു. ഏകാഗ്രതയും അർപ്പണ മനോഭാവവും സൂക്ഷ്മ നിരീക്ഷണ പാടവവും ആവശ്യമായുള്ള പാവകളിയെ 85 വയസ്സോളം ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുനടന്നു കൂത്താട്ടുകുളം മോനിപ്പിള്ളി സ്വദേശിയായ ഈ മുത്തശ്ശി. വേണമല്ലോ, ഒരാളെങ്കിലും വേണമെങ്കിൽ ഇത്രയും ഒരു വർഷം വന്നു പോയില്ലേ, അത് കാരണം കൊച്ചുകൊണ്ട് തീരെ കിടക്കാൻ പറ്റില്ല. രഞ്ജിനി എത്ര കാലമായി? 10 വർഷമായി. അമ്മമ്മ തന്നെയാണ് പഠിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു എങ്ങനെ സാധാരണ ഇങ്ങനെ ഉത്സവത്തിനാണോ അതോ എങ്ങനെ ചെയ്തിട്ടുള്ളത് രഞ്ജിനി ഇതിന് മുന്നേ? ഞാന് ഉത്സവങ്ങളിൽ നമ്മളെ ചിലരെ വന്ന് വിളിക്കും. ഒന്നെങ്കിൽ അത് നവാഹത്തിന് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഉത്സവത്തിന് ചെയ്യാനായിരിക്കും. അങ്ങനെ അമ്പലങ്ങളിൽ പോയി ചെയ്യാറുണ്ട്. അല്ലാതെ കൂടുതൽ ചെയ്യുന്നത് ടൂറിസം പ്രോഗ്രാംസ്. അങ്ങനെയാണ് അല്ലേ? ശരി ശരി. അപ്പം അമ്മ എവിടെ നിന്നാണ് ഈ കല പഠിച്ചത്? അമ്മയുടെ അമ്മ വിളിച്ചോ? എന്റെ അച്ഛനെ കൊണ്ടാണ്. അച്ഛനും മുത്തച്ഛി 4-5 പേരുണ്ടായിരുന്നു. സ്കൂളിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ അവിടെ 2 ദിവസം അദ്ദേഹം പറഞ്ഞു, ഇന്നും എന്റെ അരിയാണ് ഞാൻ കൊടുക്കാൻ പറഞ്ഞത്, വീട്ടിൽ നാളെ കൊണ്ടാ വരണമെന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തിനൊക്കെ പറഞ്ഞു പറ്റിയല്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇത്രയും ധാരാളം മതി, 2 പോയുള്ളൂ, എന്നാലും കുട്ടികളെന്താ അവർ തന്നല്ലേ, അതുകൊണ്ട് ഇനി അതുകൊണ്ട് പരിപാടി ശരിക്കും പറ്റത്തില്ല. അതിനെന്താ അറിയോ, ഇത്രയും കാര്യങ്ങളൊക്കെ 3-4 പ്രാവശ്യം പരിപാടിയല്ലേ, ഇത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ കൊച്ചുണ്ടായി കഴിയപ്പെടുന്നവരും മറ്റെന്തെങ്കിലും കാര്യമുണ്ട്, ഒരാളുകളുണ്ട്. നമ്മൾ കാര്യമായിട്ട് ഇപ്പം നമ്മൾ യോഗത്തോടെ ജീവിക്കാനുള്ള രീതിയിൽ ചെയ്തു വെച്ചു. അല്ലാതെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലേ, ഞാനാണെങ്കിലും പറ്റിയല്ല, ആരെ കൊണ്ട് വിദേശയാത്ര പോയിട്ടുണ്ട്. എവിടെയാണ് പോയത്? പാരീസില്. ഒരു ദിവസം അവിടെ വിട്ടണമെന്ന് പറഞ്ഞു. വലിയ കാര്യം എന്നാണ് വലിയ ആണെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് പൈസ പോലും കൊടുക്കാതെ ലോകം മുഴുവൻ കൊണ്ടുപോകും. അവിടെ പോയി വന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കുന്നത്. പത്മശ്രീ നേടും അല്ലെ, ലഭിക്കും എന്തെങ്കിലും ഒരു മുൻകൂട്ടി അറിവോ? അത് അവിടുന്ന് നമ്മളെ നേരിട്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് വിളിച്ചു പറഞ്ഞത് പോലെ അമ്മയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? ശരിക്കും പറഞ്ഞ ഷോക്ക് പോലെ? അതെ അതെ, തീർച്ചയായും ഷോക്കായിരുന്നു. കാരണം പത്മശ്രീ നമുക്ക് ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടാന്ന് വെച്ചാൽ ശരിക്കും പാവെന്ന് പറയുന്നത് ഏഴിലും പാലത്തടിയിലും നമ്മുടെ കയ്യിലുള്ള എല്ലാ പാവകളും ഏഴിലും പാലത്തടിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളിപ്പോ എടുക്കുന്നത് ശ്രീരാമനായിട്ട് എടുക്കുന്ന പാവയാണ്. അത് തുടക്കത്തില് ശ്രീരാമാവതാരം എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലെടുക്കണ ഇതാണ്. അത് എന്താന്ന് വെച്ചാല് ശ്രീരാമന്റെ അമ്പും വില്ലുമായിട്ട് എടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് നമ്മളിവിടെ ഒരു നൂലില് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വലിക്കുമ്പോ ഇതിങ്ങനെ വരുന്നതായിട്ടാണ് എടുക്കുക. ഇതിനടിയിൽ ഈ കമ്പം എന്ന് പറയുന്നത് അലകിന്റെ കമ്പാണ്. ഇതിവിടെ ഇതിന്റെ അടിയിലായിട്ടൊരു ഹോളുണ്ട്. ആ ഹോളിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ ഈ ഭാഗമാണ് നീൽച്ചുണ്ടില് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. രാജനന്ദന ബാലക രഘുവര രാജവിലോചന, രാജനന്ദന ബാലക രഘുവര രാജവിലോചന, വില്ലെടുക്കാമോ കുലയ്ക്കാമോ വലിക്കാമോ, വില്ലെടുക്കാമോ കുലയ്ക്കാമോ വലിക്കാമോ, രാജനന്ദന ബാലക രഘുവര രാജവിലോ. നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇതിനോടകം പ്രദർശന പര്യടനം നടത്തി. 2008 പാരീസിലേക്ക് പോകാനുള്ള അവസരമുണ്ടായത്. വിശ്വാസമനുസരിച്ച് ഈ കലാരൂപം ശിവനിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഏഴിലംപാല മരത്തിൽ നിന്ന് ഏതാനും മനുഷ്യരൂപങ്ങൾ കൊത്തിയെടുത്ത് ഭാര്യയായ പാർവതിയെ പ്രീതിപ്പെടുത്താൻ ശിവൻ നിർമ്മിച്ച പാവകളാണ് ഇവയെന്നാണ് വിശ്വാസം.
നിലത്തു വിരിച്ച മുളയുടെ പായയിലിരുന്ന കാലുകൾ നിവർത്തി മുഖം മുകളിലേക്ക് ചൂണ്ടി ശ്രദ്ധയോടെ ഫിൽട്രത്തിൽ വച്ചിരിക്കുന്ന ഏകദേശം 2 അടി നീളമുള്ള വടിയുടെ അറ്റത്തുള്ള ഒരു പാവയാണ് ഈ കലാരൂപത്തിലെ കേന്ദ്ര കഥാപാത്രം. പാവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചരടുകൾ കൈകൊണ്ട് വലിക്കുമ്പോൾ പരമ്പരാഗത ഗാനത്തിനൊപ്പിച്ച് പാവയെ ചലിപ്പിച്ച് പ്രദർശിപ്പിക്കുന്നതാണ് നോക്കുവിദ്യ പാവകളി. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രകടനത്തിൽ പാവ തന്റെ കൈകളുടെ സാമർഥ്യത്തിനനുസരിച്ച് നൃത്തം ചെയ്യും. അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ മൂക്കിനും മേൽചുണ്ടിനും ഇടയിൽ വച്ചിരിക്കുന്ന ഒരു വടിയുടെ അറ്റത്ത് പാവ സന്തുലിതമായി നിൽക്കുന്നതിനാൽ അവതാരകന് 1 സെക്കൻഡിന്റെ ഒരു ഭാഗം പോലും കണ്ണിൽ നിന്ന് അകന്നു നിൽക്കാനാകില്ല. അത്രയ്ക്ക് സൂക്ഷ്മമായ നിരീക്ഷണം ആവശ്യമായ ഈ കലാരൂപത്തിന്റെ നിലനിൽപ്പ് ഇപ്പോൾ പങ്കജാക്ഷിയമ്മയുടെ പേരക്കുട്ടിയായ KS രഞ്ജിനിയിലാണ്. ഈ കലയെ സജീവമായി നിലനിർത്തണമെന്ന മുത്തശ്ശിയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി പുതിയ തലമുറയെ പരിശീലിപ്പിക്കാനും രഞ്ജിനി തയ്യാറാണ്. അപൂർവം ക്ഷേത്രോത്സവങ്ങളിലും ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക മേളകളിലും ഫോക്ലോർ അക്കാദമിയുടെ ക്ഷണമനുസരിച്ചുള്ള പരിപാടികളിലും മാത്രമായി ഇത്. കൂത്താട്ടുകുളത്തിനടുത്ത മോനിപ്പള്ളിയിലാണ് പങ്കജാക്ഷി മുത്തശ്ശി ജീവിച്ചിരുന്നത്. അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴും ഗ്രാമീണതയുടെ ലാളിത്യങ്ങളിൽ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു വാർദ്ധക്യകാലത്തും പങ്കജാക്ഷിയമ്മ. ജനന്ദന ബാലക രഘുവര വിലോചന